ടിക്കി ടാക്ക ആസിഫ് അലിയുടെ KGF. ഇത് ഞാൻ പറഞ്ഞതല്ല, ആസിഫ് അലി എന്നെ ടിക്കി ടാക്കയുടെ അപ്ഡേറ്റ്സ് ചോദിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. ആസിഫ് അലി എന്നെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണെന്ന്. KGF ആകുമോ അതോ കൊത്തയാകുമോ എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ ഓവർ ഹൈപ്ഡ് ആയിട്ട് പ്രൊമോഷൻ കിട്ടി വന്നൊരു സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ആ ഒരു സിനിമയാണ് ദുൽഖറിന്റെ കരിയറിൽ തന്നെ ഇപ്പോഴും ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ഈ ഒരു അവസ്ഥ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നല്ലൊരു ലൈനപ്പിൽ കറന്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആദ്യം തന്നെ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് രോഹിത് VS എന്ന് പറയുന്ന ഡയറക്ടറാണ്. എനിക്ക് ഹോപ്പുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കള എന്ന് പറയുന്ന ടോവിനോയുടെ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ മേക്കിംഗ് ആയാലും ആ സിനിമ എടുത്തിക്കുന്ന ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഈ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന് മേക്ക് ചെയ്ത് ഈ പറയുന്ന ഒരു KGF ലെവലിലൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മേക്കിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡയറക്ടർ ആണെന്നുള്ളത് നമുക്ക് കള എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. ആ ഒരു സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് ആ സിനിമയുടെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു ഡയറക്ടർ ആസിഫ് അലി വെച്ചിട്ട് ടിക്കി ടാക്ക എന്ന പേരിൽ 150 ദിവസത്തോളം ഇതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. വലിയൊരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് ആസിഫ് അലി, നസ്ലിൻ, വാമിക ഗബ്ബി, ലുക്മാൻ, പിന്നെ പെപ്പേര പേരും ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കൺഫേം അല്ല. പിന്നെ കല്യാണി പ്രിയദർശൻ, ഇവരെയൊക്കെ പേര് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൺഫേം ആണെന്നുള്ളതിന് നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഒരു വലിയ നിരയിലുള്ള അല്ലെങ്കിൽ ഹോപ്പുള്ള ഒരു കാസ്റ്റ് തന്നെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ടിക്കി ടാക്ക. ഈ ഒരു സ്റ്റാർ കാസ്റ്റും ഒപ്പം കള എന്ന് പറയുന്ന സിനിമയുടെ മേക്കിങ്ങിന്റെ ആ ഒരു വിഷനും വെച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവര് വിചാരിച്ച് ഞാൻ വേണമെങ്കിൽ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ പടമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുതരാൻ ഇവർക്ക് പറ്റുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു ആക്ടർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എപ്പോൾ ചോദിച്ചാലും അദ്ദേഹം പറയുന്നൊരു വേർഡ് ഇത് എൻ്റെ ഒരു KGF ആണെന്നുള്ള ഒരു ടാഗ് പറയാറുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അത് പല രീതിയിലാണ് കട്ട് ചെയ്ത് പോകുന്നത്. അത് നോർമലി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ടോൺ ഇതായതുകൊണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സിനിമയാണ് എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി ആയിരിക്കാം ആസിഫ് അലി എൻ്റെ KGF എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ച് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ KGF ആയിട്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു മേക്കിങ്ങിലുള്ള നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു ആക്ഷൻ സിനിമയാണെങ്കിൽ പോലും എൻ്റെ ഒരു KGF എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് നല്ലതുപോലെ തന്നെ ബാക്ക് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി മോശം അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കിങ് ഓഫ് കൊത്തയ്ക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ദുൽഖർ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രോള്, അതും വേറെ ഒരു തരത്തിൽ നിന്നുമല്ല, ഈ ഒരു കൊത്ത എന്ന് പറഞ്ഞ സിനിമയുടെ ട്രോളാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ച് നമുക്കൊരു ട്രെയിലറോ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും വരാത്തത് വരെ ഇതിൽ ആസിഫ് അലി ആക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഇനി അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്ന സമയത്തെങ്കിലും ഹിറ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ മനസ്സിൽ രജിസ്റ്റർ ആയതുപോലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരുപാട് സിനിമകൾ അതുപോലെ തന്നെ റെപ്ലിക്ക ആയിട്ട് ആ ഒരു കരിപ്പടി യൂണിവേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോഴും പല സിനിമകളും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെയുള്ളൊരു സിനിമയെ ഇറങ്ങാൻ പോകുന്ന ഒരു പുതിയ നല്ലൊരു പടത്തിൻ്റെ പേരിൽ കമ്പയറിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ആസിഫ് അലി ഇങ്ങനെ ഒരു ഇത് കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അത് ആൾക്കാരെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ആവുന്നത് അവരെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്കുള്ള ഹൈപ്പ് എന്ന് പറയുന്നത് KGF ലെവൽ ഒരു മലയാളം സിനിമ എന്നുള്ള രീതിയിലേക്ക് വന്നെത്തും. അത് അവർക്ക് തന്നെ അത് ഒന്നെങ്കിൽ ബാക്ക് ഫയർ ആവും. ഇനി KGFനേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ അവർ ഇറക്കിയാലേ അവർക്ക് അതൊരു പൂർണ്ണ തൃപ്തിയിലേക്ക് വരുള്ളൂ. പലപ്പോഴും പല സിനിമകളുടെ പേരിലും ആ ഒരു കാര്യം കണ്ടിട്ടുള്ളതാണ്. ഒരു ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു നല്ല ബ്രഹ്മാണ്ഡ സിനിമ എടുത്തൊരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സിനിമ വരുന്ന സമയത്ത് അവർ ആദ്യം കമ്പയർ ചെയ്യുന്നത് ആ ഇറങ്ങിയ ആ വലിയ ഹിറ്റായ ആ ഒരു സിനിമ വെച്ചായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ആക്ടർ തന്നെ കമ്പാരിസൺ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് എന്തായാലും ഓഡിയൻസിൻ്റെ മനസ്സിൽ ആ രീതിയിൽ ആ ഒരു സിനിമ ഇപ്പം ടിക്കി ടാക്ക എന്ന് കേൾക്കുമ്പോൾ ആസിഫ് അലിയുടെ ഒരു KGF എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ആ സിനിമയിലെ നടനാണ് അല്ലെങ്കിൽ മെയിൻ ലീഡ് ആക്ടറാണ് ആ ഒരു ഹൈപ്പിന് തുടക്കം ഇട്ട് കൊടുത്തത്. അതല്ലാതെ മറ്റിപ്പോൾ യൂട്യൂബേഴ്സിനെ പോലെ അല്ലെങ്കിൽ നമ്മളോ ആരെങ്കിലും പോയിരുന്ന ഇതുപോലെ വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഈ സിനിമ ഇന്ന സിനിമയുടെ ഒരു മൂഡാണ് അല്ലെങ്കിൽ ആ സിനിമയാണ് എന്നുള്ള രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള അനലൈസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ല KGF ലെവൽ സിനിമയാണെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആൾക്കാർ മനസ്സിലേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു വിജയം എത്തിയാൽ പോലും ഒരുപക്ഷെ
എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തി വരാതെ അല്ലെങ്കിൽ ആസിഫ് അലിയെ എല്ലാവരും ട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേര് വെച്ചിട്ടായിരിക്കാം. ഇതാണോ റോക്കി ബായ് അല്ലെങ്കിൽ ഇതുപോലെയാണോ റോക്കി ബായ് എന്നും പറഞ്ഞുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഈ സിനിമയ്ക്ക് ശേഷം അവർ ട്രോൾ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ എത്ര സക്സസ് ആയാലും ഈ സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മനസ്സ് വെച്ചിരിക്കുമ്പോൾ പലർക്കും പറ്റില്ലാതെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ സിനിമയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിടുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെ അവർ തിരുത്തി മാറ്റി പറയേണ്ടത് അവർ തന്നെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരാം. പല സിനിമകൾക്കും പറ്റിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന നമ്മളെ DQൻ്റെ സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയ്ക്ക് ഒരു മിനിമം ഒരു നല്ലൊരു സിനിമയാണെങ്കിൽ പോലും ഓവർ എക്സ്പെക്റ്റേഷൻസ് അതിന് വെച്ച് കഴിയുമ്പോൾ അത് ആ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് KGF എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ മനസ്സിലൊക്കെ അത്രയും സ്ഥാനമുള്ളൊരു സിനിമയാണ്. അത്രത്തോളം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ KGF എന്നുള്ള രീതിയിൽ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആസിഫ് അലിക്ക് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, ഇതിൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ്സുകളായിട്ട് പുറത്തു വന്നത് ഇതിൻ്റെ ഒരു പോസ്റ്റർ, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്ററിൽ അവർ കുറച്ച് പേരിങ്ങനെ നടന്നു വരുന്നതായിട്ടും ആസിഫ് അലിയാണ് നടുക്ക് നിൽക്കുന്നതായിട്ടും അത് മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ളൂ. ബാക്കിയുള്ള ഏതൊക്കെ കാസ്റ്റ് ആണെന്നുള്ളൊരു കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അതിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു പോസ്റ്ററിൻ്റെ ഒരു ടെക്നിക്കൽ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കള എന്ന സിനിമ കണ്ടവർക്ക് അറിയാം ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു രീതിയിലുള്ള മേക്കിങ് അയാളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. കാരണം ആ ഒരു സിനിമ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ റോ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി സ്റ്റൈലിഷ് മേക്കിങ്ങിൽ ഈ റോ ആയിട്ടുള്ളൊരു ഫിലിം മേക്കറുടെ ടാലൻറ്റും കൂടെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായാലും ഒരു നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് എത്താം. പിന്നെ ഈ പറയുന്ന കാസ്റ്റ് നസ്ലിനായാലും ആസിഫ് അലി ആയാലും പെപ്പയുടെ പേര് പറയുന്നുണ്ട്, അത് കൺഫേം ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ പെപ്പ ഉണ്ടെങ്കിലും കല്യാണി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കല്യാണിയൊക്കെ വരുന്നെങ്കിൽ കുറച്ചും കൂടി റീച്ച് കുറച്ചുകൂടെ വൈഡാവാൻ ചാൻസ് ഉണ്ട്. ലോഗയുടെ ഇമ്പാക്റ്റ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കല്യാണി ഉണ്ടോ എന്നുള്ള ഒരു കൺഫേം അല്ല. ഭാമിക ഗബി ഇപ്പോൾ ലോകേഷിൻ്റെ നായികയായിട്ട് DC എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതും ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ ലുക്മാൻ ഒരു ആക്ഷൻ ഫിലിമിൽ എപ്പോഴും ഉണ്ടാവുന്ന, അപ്പോൾ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ അതുപോലെ തന്നെ കാസ്റ്റ് ടീം വർക്ക് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് ടിക്കി ടാക്ക. നല്ല രീതിയിൽ മലയാളത്തിൽ നിന്ന് ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു സിനിമയും കൂടിയാണ് ടിക്കി ടാക്ക. പക്ഷേ അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസ് നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് റീസൺ തന്നെയാണ് ആസിഫ് അലി 1-2 ഇൻ്റർവ്യൂവിലല്ല പല സ്ഥലത്തായിട്ട് ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഒരു KGF ആണ് എന്നുള്ള രീതിയിൽ. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാവാം, ഇഷ്ടം കൊണ്ട് പറയുന്നതാവാം. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിനെ നേരെ തിരിച്ച് ബാക്ക് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പണി കിട്ടും. അത് DQന് ഓൾറെഡി കിട്ടിയതുമാണ്. ആ കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ തന്നെ ഇത്രയും ടൈം തന്നെ വേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നല്ലൊരു ഹൈപ്പ് വരുന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആസിഫ് അലിയെ പോലെ ഒരു ആക്ടർ, ആദ്യം അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കലുകൾ കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു ഡബിൾ മടങ്ങ് പവറിലാണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങളായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയാലും ഒക്കെ നമ്മൾ കണ്ടത്. ഒരു കംപ്ലീറ്റ് മാസ് മസാല പടം തന്നെയാണ്. ഒരു ഫുള്ളി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ് ടിക്കി ടാക്ക എന്നുള്ളത് തന്നെയാണ് അവർ ഫുൾ പറഞ്ഞ് കൺഫേം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ ഇത് ഓവർ ഹൈപ്പ് എന്നുള്ള രീതിയിൽ മാറും എന്നുള്ളൊരു കൺസേൺ അവർക്കും കൂടി ഉണ്ടെങ്കിൽ തിരുത്തി ഈ സിനിമ നല്ലൊരു ആക്ഷൻ പടമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു വലിയ ഹൈപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല സിനിമകളും ഈ പറയുന്ന അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്ത് പോകുന്ന സിനിമകൾ വളരെ റെയറായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. റീസെൻ്റ്ലി നസ്ലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നസ്ലിന് പറയുന്നുണ്ടായിരുന്നു ഇതൊരു വലിയ സിനിമയാണ്, പിന്നെ ചെറിയ കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നസ്ലിൻ്റെയൊക്കെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ, ഒരു ചെറിയൊരു ക്യാമിയോ പോലെയോ അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ള ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം. വേൾഡിലെ വലിപ്പമായിരിക്കും അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അത്രയ്ക്ക് വലിയ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാൻ ഇപ്പോൾ നസ്ലിൻ കല്യാണിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു വൈഡ് ഇത് കിട്ടും. ഇപ്പം ആസിഫ് അലി എന്നൊരു ആക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കൊരു വൈഡ് ആയിട്ടുള്ളൊരു ബിസിനസ് വൈസ് അത്രയും വലിയ സ്റ്റാറുടെ ഉള്ളൊരു ആക്ടർ അല്ല, പക്ഷേ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും. പോസ്റ്റർ ആസിഫ് അലിയുടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല, ഓൾവറിൻ്റെ ആ ഒരു ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കൈയിലും ഇത് വെച്ചിട്ടുള്ള ഒരു സംഭവം. അതൊക്കെ അവർ ആ ഒരു സിനിമയ്ക്ക് അകത്തുള്ളതാണോ അതോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ഷൂട്ട് ചെയ്തേക്കുന്നതാണോ എന്നുള്ളതൊന്നും കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല. നമ്മളെ ഗെയിംസുകളുണ്ടല്ലോ ഈ പറയുന്ന സൈബർ പങ്കൊക്കെ പോലുള്ള ആ ഒരു കൈൻഡ് ഓഫ്
ഒരു വേൾഡിൽ നടക്കുന്ന ഒരു ആക്ഷൻ ഇടിപ്പടം ആണോ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ റീസെൻ്റ്ലി വന്നേക്കെ ഒരു വൈബ് തരുന്നൊരു പോസ്റ്ററുകളാണ്. ഒരു ഗെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പല ക്യാരക്ടേഴ്സിൻ്റെ ലുക്ക് അപ്പിയറൻസൊക്കെ ഒരു ഏകദേശ രൂപമൊക്കെ നമുക്ക് ആ ഒരു നിഴലിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നത് വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ബെഞ്ച് മാർക്ക് മലയാളത്തിൽ ഇടാൻ പറ്റുന്നൊരു സിനിമയും കൂടി ആയിരിക്കും. പക്ഷേ ആസിഫ് അലിയുടെ KGF ആകുമോ കൊത്തയാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ജോൺ ഡെൻവർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലാണ് ആസിഫ് അലി വരുന്നത്. അപ്പോൾ അത്രയും ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലൊരു മാസ് മസാല ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഇവർ ഇതിൻ്റെ എല്ലാ വശങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ ഹൈപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസൺ കൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് വരരുത് എന്നുള്ളത് കൊണ്ട് ഒരു ക്ലാരിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം തന്നെ ഇവിടെ പറഞ്ഞത്. എന്തായാലും ആസിഫ് അലിയുടെ ഒരു ഒന്നൊന്നര ഒരു ആക്ഷൻ പടം നമ്മുടെ മാർക്കോയ്ക്ക് ശേഷം വയലൻസ് ആക്ഷൻ മൂവിയുടെ ലിസ്റ്റിലേക്ക് അടുത്തൊരു ബെഞ്ച് മാർക്കായിട്ട് ഈ ഒരു സിനിമ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. റീസെൻറ്റ് വീഡിയോസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.